ആ മിലിറ്ററിയുടെ ആസ്ഥാനത്ത് കടലിനോട് ചേർന്നിരിക്കുന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ പാകിസ്ഥാനിലോ കാശ്മീരിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്ന് ഏറ്റവും പേടിപ്പെടുത്തുന്നതായി മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന അതിർത്തി പ്രദേശങ്ങളിലോ താമസിക്കുന്ന അതേ ഭയാശങ്കകളോടുകൂടി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞു പോകുന്നത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഒരു യുദ്ധത്തിന്റെ കാഹളം ഇതേപോലെ ദൃശ്യകലാ സാംസ്കാരിക വേദിയുടെ സ്നേഹമസൃണമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടുന്ന മാനവികതയുള്ള മനുഷ്യരിലേക്ക് എന്തിനാണ് കേൾക്കുന്നത്? അല്ലേ? ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇന്നലെ എനിക്ക് 7 വയസ്സുള്ള സമയത്ത് എൻ്റെ നാട്ടിൽ ഇതേപോലെ അന്നൊക്കെ എവിടെയാണെങ്കിലും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളുമൊക്കെ ചേർന്ന് നിന്നുകൊണ്ടിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ എൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നിന്നിട്ട് അവിടെ ഒരു അമേച്വർ നാടകം കളിച്ചു. ആ നാടകത്തിന്റെ പേര് ഹിരോഷിമ 45 എന്നാണ്. പാലായി തന്നെയുള്ള OC സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു അതിന്റെ രചയിതാവ്. ആ നാടകത്തിൽ അന്ന് 7 വയസ്സുണ്ടായിരുന്ന ഞാനും എൻ്റെ അനിയനും 2 കുട്ടികളുടെ വേഷം ചെയ്തു. അപ്പൊ ആ നാടകത്തിന്റെ കഥ എന്തെന്ന് ചോദിച്ചാൽ, ഹിരോഷിമയിൽ 1945 ഓഗസ്റ്റ് 2ാം ലോക മഹായുദ്ധ കാലത്ത് അണുബോംബ് വർഷിക്കപ്പെട്ട സ്ഥലമാണ് ഹിരോഷിമയും നാഗസാക്കിയും. ഇവിടെ മുതിർന്നവർക്ക് എല്ലാവർക്കും അത് അറിയാം, കുട്ടികൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇതേപോലെ യുദ്ധത്തിന്റെ കാഹളങ്ങൾ കേട്ടുനിന്ന് ലോകത്തിലെ വൻ ശക്തികൾ 2 ചേരിയിൽ അണിനിരന്ന് 2ാം ലോക മഹായുദ്ധത്തിന് ഈ ഭൂമി സാക്ഷിയാകുന്ന സമയത്ത് ആ യുദ്ധാവസാനം ജപ്പാനിലെ ഹിരോഷിമയിലെ നാഗസാക്കിയിലും അണുബോംബ് വർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ അണുബോംബിൽ 1,45,000 പേരാണ് നാഗസാക്കിയിൽ മരിക്കുന്നത്. അവര് മരണത്തിന് അർഹതപ്പെട്ടവരായിരുന്നോ? അതാണ് നമ്മളുടെ ചോദ്യം. ഒരു രാജ്യത്തിന്റെ ഏറ്റവും നിരപരാധികളായിരിക്കുന്ന നിർമ്മലമായിരിക്കുന്ന സാധാരണക്കാർ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ആ നാടകത്തിന്റെ ഇതിവൃത്തം ആ ഹിരോഷിമയിൽ കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഒരു ഇംഗ്ലീഷുകാരനായിരിക്കുന്ന സഞ്ചാരി ടൂറിസ്റ്റ് ആയിട്ട് വരുന്നു ആ ദേശത്ത്. ഹിരോഷിമയുടെ മണ്ണിൽ അന്ന് മരിച്ചു വീണവരുടെ ആദരസൂചകമായി ഒരു മണ്ഡപമുണ്ട്. ആ നാടകത്തിന്റെ വേദിയിൽ ഒരു സൈഡിൽ നിറയെ പൂത്തു നിൽക്കുന്ന വെള്ളപ്പൂക്കളുള്ള വെളുത്ത മരമുണ്ട്, മറു സൈഡിൽ കറുത്ത മരമുണ്ട്. അണുബോംബ് വർഷിച്ച റേഡിയേഷനിൽ പൈശാചികമായി മാറിയ ഒരു സമൂഹത്തിന്റെ പ്രതീകം എന്നോണം ഒരു കറുത്ത മരം ആ വേദിയിലുണ്ട്. ഇവിടെ വന്ന് കാണുന്ന അയാളുടെ കാഴ്ചയിൽ, അയാളുടെ ഫാന്റസിയിൽ ഒരുപക്ഷെ അങ്ങനെയാണ് ആ നാടകം പുരോഗമിക്കുന്നത്. ഈ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ വന്ന് മുട്ടുകുത്തി അവിടെ മരിച്ചുപോയ 1,45,000 ജീവിതങ്ങൾക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ആ സഞ്ചാരിയുടെ മുന്നിൽ ഒരു വൃദ്ധൻ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. ആ വൃദ്ധൻ കടന്നു വരുന്നത് 1945 ഓഗസ്റ്റ് 6-ാം തീയതി ബോംബർ വിമാനങ്ങൾ ആകാശത്ത് ചീറിപ്പായുന്ന ശബ്ദങ്ങളുടെ താഴെ ആ കടലോരത്ത് തിരമാലകൾക്കൊപ്പം കുടുകുട ചിരിച്ചുകൊണ്ട് പട്ടം പറത്തി കളിച്ചിരുന്ന 2 കുട്ടികളുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ പുഷ്പാഞ്ജലികൾ അർപ്പിക്കാനാണ്. അവിടെ ഒന്നും അറിയാതെ നിഷ്കളങ്കരായി ആങ്ങളെയും പെങ്ങളും 2 മക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്ന, തൂവെള്ള വസ്ത്രമണിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യത്തിലേക്ക് ആ വേദി മാറുന്നുണ്ട്. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ മേലെ ബോംബർ വിമാനം ബോംബ് വർഷിക്കുന്നത്. അവിടെ എന്തിനെന്നറിയാതെ, ഈ യുദ്ധം എന്തിനെന്നറിയാതെ, ഈ മത്സരം എന്തിനെന്നറിയാതെ, ആരൊക്കെ തമ്മിലെന്നറിയാതെ, ലോകത്തിൽ 2 വൻ ശക്തികളായി ചേരിതിരിഞ്ഞ ആ രാഷ്ട്രീയം എന്തെന്ന് മനസ്സിലാവാതെ ആ കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചു വീഴുകയാണ്. യുവാവായിരുന്ന അന്നത്തെ കുട്ടികളുടെ അച്ഛൻ ഇന്ന് പുഷ്പാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ആ സഞ്ചാരിയുടെ മുമ്പിൽ, ആ രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ വരുമ്പോ പടുവൃദ്ധനായിരിക്കും.
വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന് മറ്റൊന്നും ഓർമ്മയില്ല. എന്നും എല്ലാ വർഷവും ആ ദിവസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പുഷ്പാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ വരുന്നു. അത് മാത്രമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം.